നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവരുടെ മുന്നേ കൂടിയല്ല കള്ളന്മാര് കക്കാൻ പോവാ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലേ നിനക്ക്? കള്ളന്മാരാരും കാണാതെ വന്ന് തിരുവാഭരണം കട്ടുകൊണ്ടുപോയി. ശരി, ഞാൻ സമ്മതിക്കാം. എന്നാലും ഇവളെന്തിനാ കഴകപ്പുരയിൽ പോയത്? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. മോഷ്ടിക്കാൻ തന്നെ, അല്ല വേറെന്തിന്? സർ, തിരുമേനി പറഞ്ഞത് വെച്ച് നോക്കിയ സന്ധ്യാ ദീപാരാധന സമയത്ത് തിരുവാഭരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നഷ്ടപ്പെട്ടത്. ഇപ്പൊ അത് നഷ്ടപ്പെട്ടിട്ട് 2 മണിക്കൂർ കൂടുതലായിട്ടുണ്ടാവില്ല. പാറുവിന്റെ അച്ഛനും ഇവിടെ തന്നെ ഉള്ളവരാ. എപ്പോ വേണമെങ്കിലും ചോദ്യം ചെയ്യാം. ഇവരാണ് മോഷ്ടിച്ചതെന്നുള്ള മുൻധാരണ ഉപേക്ഷിച്ച് സാറ് പെട്ടെന്നൊന്ന് അന്വേഷിക്ക്. ഇല്ലെങ്കിൽ ശരിയായ മോഷ്ടാക്കൾ തിരുവാഭരണവും കൊണ്ട് എത്തേണ്ടടുത്തെത്തും. പ്രിയ, ശരിയായ മോഷ്ടാക്കളെ പിടിക്കലല്ല ഇവിടെ ചിലരുടെ ലക്ഷ്യം. പാർവതിയുടെ അങ്കിളിന്റെ തലയില് കുറ്റം കെട്ടിവെക്കുക എന്നുള്ളത്. നീ ഉദ്ദേശിച്ചതേ രുദ്രനെയാണെന്ന് മനസ്സിലായി. രുദ്രനും ജനകചേട്ടനും നമ്മുടെ വഴക്ക് ഈ നാട്ടിൽ പാട്ടാണല്ലോ. നിങ്ങൾ പറയുന്ന പോലെ പാറു നിരപരാധിയാണെങ്കിൽ കഴകപ്പുരയിൽ എന്തിനു പോയി എന്നുള്ള ചോദ്യത്തിന് ഇവളെന്താ ഉത്തരം പറയാത്തത്? മോളെ പറ, മോളെന്തിനാ അവിടെ പോയത്? പാറു, ഇല്ലെങ്കിൽ എല്ലാരും ചേർന്ന് നിന്നെ നമ്മുടെ അച്ഛനും ജയിലിലാക്കും. നീ എന്തിനാ കഴകപ്പുരയിൽ പോയത്? തുറന്നു പറ. എന്തിനാ കഴകപ്പുരയിൽ പോയത്? തുറന്നു പറ. ചേട്ടനെ ചേട്ടനെ കാണാൻ. ചേട്ടനോ? ഏത് ചേട്ടൻ? എന്റെ ചേട്ടൻ കാർത്തിക്. എന്റെ ചേട്ടനെ കാണാൻ വേണ്ടി ഞാൻ ആ ഭാഗത്തേക്ക് പോയത്. കള്ളം പറയുമ്പോ കേൾക്കുന്നവര് വിശ്വസിക്കുന്നവര് കള്ളം പറയണ്ടേ പാറു? ഉള്ളതെല്ലാം പെറുക്കിയെടുത്ത് നാട് വിട്ടുപോയാ നിന്റെ ചേട്ടനെ കാണാനാണോ പാറു നീ കഴകപ്പുര പോയത്? അവരവിടെയാണോ ഒളിച്ചിരിക്കുന്നത്? കള്ളമല്ല, ചേട്ടൻ ഇവിടെ എവിടെയോ ഉണ്ട്. എന്നെ കാണണമെന്നും രാത്രി കഴകപ്പുരയുടെ പരിസരത്ത് വരണമെന്നും ഒരു കടലാസിലെഴുതി എന്റെ മുന്നിലിട്ടു. അതുകൊണ്ടാ ഞാൻ അവിടെ പോയത്. എന്റെ ചേട്ടനെ കാണാനാ ഞാൻ അവിടേക്ക് പോയത്. അല്ലാതെ ആ തിരുവാഭരണം ഞാൻ കണ്ടിട്ട് പോലുമില്ല. വിശ്വസിച്ചു. സഹോദരിയുടെ കല്യാണത്തിന് വെച്ച പൊന്നും പണവും മുഴുവൻ എടുത്ത് ഓടിപ്പോയവൻ, ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ പടുകുഴിയിലേക്ക് തള്ളിയിട്ടവൻ നിന്നെ കാണാൻ ഇവിടെ വന്നു, ഈ അമ്പലത്തിൽ. ഉത്സവത്തിന് ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ടാകും. അതിൽ 100 കണക്കിന് ആൾക്കാർക്ക് നിന്റെ ചേട്ടനെ പരിചയമുണ്ടാകുകയും ചെയ്യും. പക്ഷേ ആരും അവനെ കണ്ടിട്ടില്ല. ഉത്സവ കാര്യങ്ങൾക്കായി 24 മണിക്കൂറും നാട് മുഴുവൻ ഓടി നടക്കുന്ന ഞാൻ പോലും അവനെ കണ്ടില്ല. പക്ഷേ അവൻ ഇവിടെ ഉണ്ട്. ഞാൻ വിശ്വസിച്ചു. നീ ഈ പറഞ്ഞ കള്ളക്കഥ ഞങ്ങൾ എല്ലാരും വിശ്വസിച്ചു. രുദ്ര, നിർത്ത്. നിന്നെ പോലെ ഇവള് പറയുന്നത് കണ്ണുടച്ച് തള്ളിക്കളയാൻ എനിക്കാവില്ല. പാറു, ചെയ്തത് തെറ്റായിപ്പോയെന്ന് തിരിച്ചറിവുണ്ടായിട്ട് അവൻ തിരിച്ചു വന്നതാണെങ്കിലോ? എന്നിട്ട് നീ നിന്റെ ചേട്ടനെ കണ്ടോ? ഇല്ല തിരുമേനി,
ഞാൻ എല്ലായിടത്തും നോക്കി, ചേട്ടൻ വന്നില്ല. തിരുമേനി പറഞ്ഞതുപോലെ തെറ്റ് തിരുത്താൻ അവൻ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു എഴുത്തവൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവളെ പറ്റിക്കോ? പറഞ്ഞ സമയത്ത് വരുമായിരുന്നില്ലേ? ഇവളോട് സംസാരിക്കുമായിരുന്നില്ലേ? മോഷണ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വെറും കള്ളക്കഥ